ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ജോലിയുള്ള ആളുകളാണ്. ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി വേണമെന്നാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാര്, സ്വഹാബത്ത്, ഇവരൊക്കെ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ച ആളുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ ആയത്താണ്. അല്ലാഹു തആല വിശ്വാസികൾ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ, നിങ്ങൾ ധൃതിപ്പെട്ടു പോകണം, ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സിലേക്ക്, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ വരണം എന്നാണ്, പള്ളിയിലേക്ക് വരണം. വദറുൽ ബൈഅ, നിങ്ങൾ കച്ചവടം ഒഴിവാക്കുകയും ചെയ്യുക. ജുമാന്റെ സമയത്ത് ഒരു കടയും തുറന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നല്ല കച്ചവടം കിട്ടും എന്ന് വിചാരിച്ച് അവിടെ നിൽക്കല്ല. കച്ചവടം നിങ്ങൾ മതിയാക്കണം, നിർത്തണം. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫഇദാ ഖുളിയത്തിസ് സ്വലാത്ത്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ, ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിപ്പിക്കുക, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, നിങ്ങൾ ഭൂമിയിൽ പരക്കുക. വബ്തഉ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഫളിലിനെ നിങ്ങൾ തേടുകയും ചെയ്യുക. നിങ്ങൾ ജോലിക്ക് പോകണം എന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, കസീറ, ധാരാളം നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ഓർത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വിജയികളാകുമെന്നാണ്. ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്.
ഈ ആയത്തിൽ നമുക്ക് കിട്ടിയ കാര്യം എന്താ? വെള്ളിയാഴ്ചക്ക് വലിയ മഹത്വമുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഇത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ ഖുത്ബയിൽ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചല്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇന്ന് തൊഴിലിന്റെ പ്രാധാന്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ അടക്കം അള്ളാഹ് പറഞ്ഞ കാര്യമാണെന്ത്? നിങ്ങൾ നിങ്ങളെ മഈശത്ത് തേടി പോകണം. തീർന്നില്ല. ജിഹാദിന്റെ പ്രതിഫലമാണ് ഒരാൾ തൊഴിലിന് പോയാലെന്നാണ്. ആളുകൾ പറയാറുണ്ട്, പല ആളുകളും പറയാറുണ്ട്, ഞാൻ വിദേശത്തൊക്കെ പോയി, ഒരുപാട് വിദേശത്ത് പോയി അധ്വാനിച്ച് കുടുംബത്തെ നോക്കി എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ എന്താന്ന് വെച്ചാൽ സ്വതക്കയാണ്. സ്വതക്ക മാത്രമല്ല, വലിയ ജിഹാദാണ്. നേരം വെളുത്ത് വൈകുന്നേരമാവോളം ജോലിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഭാര്യക്കും കുടുംബത്തിനും നൽകുക എന്നത് ഒരു ജിഹാദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഒരു സംഭവം തൊബ്രാനി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹം അത് സ്വഹീഹാണ് എന്ന് പറഞ്ഞൊരു ഹദീസാണ്, വളരെ പ്രസിദ്ധമായ ഹദീസ്. മറ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയി. ഫറഅ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിൽദിഹി വനശാതതിഹി, മിൻ ജിൽദിഹി വനശാതിഹി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് നബിയോടൊപ്പമുണ്ട്. ആ സഹാബത്ത് മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ ഉന്മേഷം ഇത് കണ്ടപ്പോ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, ഈ മനുഷ്യനെ അല്ലാഹുവിന്റെ മാർഗത്തില് യുദ്ധത്തിന് പോന്നുകൂടെ? നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, നല്ല കരുത്തുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോന്നുകൂടെ? ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറ, ആ മനുഷ്യൻ അയാളുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത് എങ്കിൽ, ജോലിക്ക് പോകുന്നതെങ്കിൽ, ഫഹുവ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണത്. വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈൻ, അദ്ദേഹത്തിന്റെ പ്രായമായ വൃദ്ധന്മാരായ അവന്റെ മാതാപിതാക്കളെ പോറ്റാനാണ് അയാൾ പോകുന്നതെങ്കിൽ, ഫഹുവ ഫീ സബീലില്ലാഹ്, അതും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ നഫ്സിഹി യഉഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്, അന്യരോട് യാചിക്കാതെ, ആളുകളോട് ചോദിക്കാതെ തന്റെ മാനം കാക്കാൻ വേണ്ടി, തന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ ജോലിക്ക് പോകുന്നതെങ്കിൽ, അതും അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, അള്ളാന്റെ മാർഗത്തിലാണിത്. വഇൻ കാന ഖറജ റിയാഅൻ വ മുഫാഖറതൻ, ആ മനുഷ്യൻ പൊങ്ങച്ചത്തിന് വേണ്ടിയും ആളുകളെ കാണിക്കാനും വേണ്ടിയാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ, ഫഹുവ ഫീ സബീലി ശൈത്വാൻ, അത് ശൈത്വാന്റെ മാർഗത്തിലാണ്. എന്ത് മനസ്സിലാക്കണം? കുടുംബത്തെ നോക്കാൻ ജോലിക്ക് പോവുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് കൈ നീട്ടാതെ തന്റെ കാര്യം എനിക്ക് തന്നെ ചെയ്യണം, എനിക്ക് ക്യാഷ് വേണം എന്നുള്ള രീതിയിൽ ഒരാൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അള്ളാന്റെ മാർഗത്തിലെ ജിഹാദാണ്. തൊഴിലിന് ജിഹാദിന്റെ മഹത്വമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തീർന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അയഅകുല മിൻ അമലി യദിഹി, അധ്വാനിച്ച് തിന്നുന്നതാണ്, അവനവൻ അധ്വാനിച്ച് തിന്നുന്നതാണ് ഏറ്റവും നല്ല ഭക്ഷണം. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി, ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ കൈകൊണ്ട് അധ്വാനിച്ചതായിരുന്നു ഭക്ഷിച്ചിരുന്നത് എന്നാണ്. ഏറ്റവും നല്ല ഭക്ഷണം എവിടുന്നെങ്കിലും സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്നതല്ല, മറിച്ച്
നമ്മൾ തൊഴിലെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഭക്ഷിക്കലാണ് ഏറ്റവും നല്ല സമ്പാദ്യം. ഒരിക്കലും സഹാബി നബിന്റെ അടുക്കൽ വന്നിട്ട് കൈ നീട്ടി, ഒരു അൻസാരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ അടുത്ത് എന്താ ഉള്ളത്? വീട്ടിലുള്ള കുറച്ച് സാധനം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറ്റിട്ട് ഒരു മഴു വാങ്ങിക്കൊടുത്തു, ഒരു കോടാലി വാങ്ങിക്കൊടുത്തു, ബാക്കിക്ക് വീട്ടിലുള്ള സാധനം വാങ്ങിക്കൊടുത്തിട്ട് പറഞ്ഞു, നീ കാട്ടിൽ പോയി മരം വെട്ടി അത് ടൗണിൽ കൊണ്ടുപോയി വിൽക്ക്, എന്നിട്ട് നീ ജീവിക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ഏറ്റവും നല്ല ആഹാരം അവനവൻ അധ്വാനിച്ച് ഭക്ഷിക്കുന്നതാണ് എന്നാണ്. തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇരുമ്പിനിറക്കി തന്നു. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഹദീദ് എന്നാണ്. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നാണ് അർത്ഥം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയാണ്, 25-ാമത്തെ ആയത്തിൽ പറയാണ്, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, നാം പ്രവാചകന്മാരെ വ്യക്തമായ തെളിവുകൾ കൊണ്ട് അവരെങ്ങോട്ട് പറഞ്ഞയച്ചു, ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. വഅൻസൽനാ മഅഹുൽ കിതാബ്, അവരോടൊപ്പം നാം വേദഗ്രന്ഥവും ഇറക്കി. വൽ മീസാന, തുലാസും ഇറക്കി. ലിയഖൂമൻ നാസ് ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയോടുകൂടെ നിലനിൽക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വഅൻസൽനൽ ഹദീദ, നാം ഇരുമ്പിനെ ഇറക്കി. ഫീഹി ബഅസുൻ ശദീദുൻ, അതിൽ കഠിനമായ ആയോധന ശക്തി അതിലുണ്ട്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് പ്രയോജനവുമുണ്ട്. നമുക്ക് ജോലിയെടുക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങളും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇരുമ്പിനെ ഇറക്കി എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. ആദ്യപിതാവായ ആദം നബി അലൈഹിസ്സലാം നിലം മുഴുത് ജലസേചനം നടത്തി കൃഷി ചെയ്തു എന്ന് പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭാര്യ ഹവ്വാ ബീവി ആദം നബി അലൈഹിസ്സലാമിനെ സഹായിച്ചിരുന്നു എന്നാണ്. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം, അദ്ദേഹം ഹയ്യാത്താണ്. ഹയ്യാത്ത് എന്ന് പറഞ്ഞാൽ തുന്നൽ വേല ചെയ്തിരുന്ന ആളാണ്, ടൈലറായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആശാരിയായിരുന്നു, നജ്ജാറായിരുന്നു, കാർപ്പന്റർ ആയിരുന്നു. തീർന്നില്ല. ഖുർആനിലെ അധ്യായങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്, വസ്നഅൽ ഫുൽക ബിഅഅ്യുനിനാ വവഹയ്നാ ഫലാ തുഖാതിബ്നി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ നിർമ്മാണം, അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത തരത്ത് പറയുന്നുണ്ട്. പ്രവാചകന്മാർക്ക് ഒരു പണി മാത്രമല്ല, പല പണി അറിയായിരുന്നു എന്നാണ്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന് എന്തെല്ലാം ജോലി അറിയായിരുന്നു? ഹദീസിൽ കാണാം, അദ്ദേഹം കാന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബന്നാ എന്ന് പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആള്, മേശനായിരുന്നു എന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമുമാണ് കഅബാലയത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തിയത്. നിർമ്മാണ പ്രവർത്തനം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അറിയാമായിരുന്നു. വീട്ടിക്ക് അതിഥി വന്നപ്പോ ഒരു പശുക്കുട്ടിയെ അറുത്ത്, ഒരു മൂരിക്കുട്ടിയെ അറുത്ത് അതിഥിയുടെ മുമ്പിൽ കൊണ്ടെന്ന് വെച്ചെടുത്തു എന്നാണ്. അപ്പൊ അറബിന്റെ പണി ആർക്കറിയാം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അറിയാമായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇഖ്തതന ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സനതൻ ബിൽ ഖദ്ദൂം, ഖദ്ദൂം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം 80-ാമത്തെ വയസ്സിൽ ചേലാകർമ്മം നടത്തി എന്ന് ബുഖാരിയിലെ 3356-ാമത്തെ ഹദീസ് നമ്പറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാർക്ക് ഇപ്പോൾ പല തൊഴിലറിയാം. നമ്മളെ ആൾക്കാരുടെ അവസ്ഥ എന്താ? ഇന്ന് കൈത്തൊഴിൽ പഠിക്കാൻ ആൾക്കാർക്ക് മടിയാണ്. കൈത്തൊഴിൽ പഠിക്കണം. പല കുട്ടികൾക്കും പല ആളുകൾക്കും ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയാത്ത ആളുകളുണ്ട്. കൈത്തൊഴിൽ പഠിക്കണം എന്നാണ്. പള്ളിയിൽ ഇമാമാവല് മോശപ്പെട്ട പണിയല്ല, പള്ളി ക്ലീൻ ചെയ്യല് മോശപ്പെട്ട പണിയല്ല, പാചകക്കാരനാവലും നിർമ്മാണ പ്രവർത്തനങ്ങളും ടൈലറിങ്ങും എല്ലാ പണിയും നമുക്ക് അറിഞ്ഞിരിക്കണം. കൈത്തൊഴില് പഠിക്കേണ്ടതുണ്ട്. എല്ലാ ജോലിക്കും മഹത്വമുണ്ട്. മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാം, ഖിളിർ എന്നും ഖലിർ എന്നും പറയും. അറബിയിൽ ഖിളിർ ഖലിർ അലൈഹിസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് കാണാം സൂറത്തുൽ കഹ്ഫിൽ, നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ കാണാൻ സാധിക്കും. ഫവജദാ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖള, പൊളിഞ്ഞു വീഴാറായ ഒരു മതില്, ഫഅഖാമഹു, അദ്ദേഹം ശരിയാക്കിയതാണ്.
ഒരു മതില് പൊളിഞ്ഞാടാൻ പോയ ആ മതില് പടുത്ത് ആര്? ഖിദിർ നബി അലൈഹി സ്വലാം പടുത്തുയർത്തിയതാണ്. അപ്പൊ പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും ആൾക്കാരെ ബിസിനസ് ചെയ്ത് ആൾക്കാരെ പറ്റി ജീവിക്കുന്ന ആൾക്കാരായിരുന്നില്ല. ഇന്ന് പല ആളുകളും അങ്ങനെയാണ്. ആൾക്കാരെ പറ്റിച്ച് ഓരോ മന്ത്രവാദ പരിപാടികള്, അതുപോലെ തന്നെ സ്വലാത്ത്, അത് മറ്റേത് മറിച്ചത് പറഞ്ഞ് ആളുകളെ വഞ്ചിച്ച് ധാരാളം പണം സമ്പാദിക്കുന്ന ആൾക്കാർ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ഒക്കെ പല രൂപത്തിലുള്ള ചൂഷണങ്ങള് സമൂഹത്തിന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ അധ്വാനിച്ച ആളുകളായിരുന്നു എന്നാണ്. അവർക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു. ഇനി ഖുർആനിലും ഹദീസിലും വന്ന ഒരുപാട് പ്രവാചകന്മാരുടെ ജോലികളെ സംബന്ധിച്ച് പെട്ടെന്ന് പറയാം. ഇല്യാസ് നബി അലൈഹി സ്വലാം, അദ്ദേഹം നസ്സാജ് ആയിരുന്നു. നസ്സാജ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ. ദാവൂദ് നബി അലൈഹി സ്വലാം ഹദ്ദാദ്, ഹദ്ദാദ് തന്നെ പെരുങ്കൊല്ലൻ. വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫദ്ല, തീർച്ചയായും നാം ദാവൂദിന് നമ്മുടെ പക്കൽ നിന്ന് അനുഗ്രഹം നൽകി. യാ ജിബാലു അവ്വിബി മഅഹു വത്വയർ, പർവ്വതങ്ങളെ നിങ്ങൾ അദ്ദേഹത്തിന് കീർത്തനങ്ങൾ ഏറ്റുചൊല്ലുവിൻ. പക്ഷികളെ നിങ്ങളും അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ ഏറ്റുചൊല്ലുവിൻ. വഅലന്നാ ലഹുൽ ഹദീദ്, നാം അദ്ദേഹത്തിന് ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു. അനിഅമൽ സാബിആത്ത്, മികവുറ്റ പടയങ്കൽ ഉണ്ടാക്കുവാനും. വഖദ്ദിർ ഫീ സിർദ്, അതിന്റെ കണ്ണികൾക്ക് നീ കൃത്യത വരുത്തുക. വഅമലു സ്വാലിഹാ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഇന്നി ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നാം കണ്ടറിയുന്നു. ഇബ്രാഹിം നബി മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു എന്നാണ്. സാധാരണ ഇരുമ്പിനെ മയപ്പെടുത്താൻ നമ്മളെന്താ ചെയ്യല്? തീ നന്നായിട്ട് തീ കൊണ്ട് നല്ല തീ കൊള്ളിച്ച് ചുറ്റുക കൊണ്ട് നമ്മൾ അതിനെ അടിച്ചിട്ടാണ് അത് മയപ്പെടുത്താറുള്ളത്. പക്ഷേ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു എന്നാണ്. വഅല്ലംനാഹു, നാം അദ്ദേഹത്തെ പഠിപ്പിച്ചു. സ്വനഅത ലബൂസിൻ, പടയങ്കി നിർമ്മാണം. എന്തിനു വേണ്ടിയാ പടയങ്കി നിർമ്മാണം? ലിതുഹ്സിനകും മിൻ ബഅസികും, യുദ്ധവിപത്തുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾക്ക് കൈത്തൊഴിൽ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇസ്ലാമിൽ ഒരിക്കലും ജോലി ചെയ്യാതെ മറ്റുള്ള ആൾക്കാരെ ആശ്രയിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സംഗതി ഇല്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്കൂ. അദ്ദേഹം ആടിനെ വളർത്തിയെന്നാണ്. സൂറത്ത് ത്വാഹയിലെ 17-18 ആയത്തുകൾ നമുക്കത് കാണാം. ഈസാ നബി അലൈഹി ഇസ്ലാം നജ്ജാറായിരുന്നു എന്നാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ധനകാര്യമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്ത ആളാണ്. അതിനു മുമ്പ് ഈജിപ്തിലെ അസീസിന്റെ വീട്ടിലെ ഖാദിമായിരുന്നു, വേലക്കാരനായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എന്താ? അദ്ദേഹം ആടിനെ വളർത്തി എന്നാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ ആടിനെ നോക്കി, കുറച്ച് വലുതായപ്പോ കച്ചവടം ചെയ്തു എന്നാണ്. ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹാബികളുടെ ചരിത്രം എടുത്ത് നോക്കൂ. സഹാബികൾക്ക് ജോലി ഉണ്ടായിരുന്നില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിലെ ഖുലഫാ റാഷിദീങ്ങളിലെ ഒന്നാമത്തെ ഖലീഫ, അദ്ദേഹത്തിന് വസ്ത്രവ്യാപാരമായിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇടനിലക്കാരനായ വ്യാപാരിയായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വ്യാപാരിയായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വ്യാപാരിയായിരുന്നു. സുവൈർ ബിൻ അവ്വാം ടൈലറായിരുന്നു. അംർ ബിൻ ആസ് കശാപ്പുകാരനായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തില് പ്രത്യേകം കച്ചവട ചന്തകൾ ഉണ്ടായിരുന്നു, മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. റുഖാദ്, മജന്ന, ദുൽമജാസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്തർ വിൽപ്പന നടത്തിയിരുന്ന ആളുകളുണ്ട്, നാണയ കൈമാറ്റം നടത്തിയിരുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള സ്വഹാബികളെയും സ്വഹാബി വനിതകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഹദ്ദാദായിരുന്നു. എന്താ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ? പെരുങ്കൊല്ലനായിരുന്നു. അപ്പൊ ഞാന് ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രം പറയാൻ കാരണം എന്താ വെച്ചാൽ, സഹാബികളൊക്കെ ജോലി എടുത്ത് അധ്വാനിച്ച് ജീവിച്ച ആൾക്കാരായിരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വളഅ അശ്ശിർകു അൽ ഹസീബ അബാ ലഹബ്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആളാണ്. ഒരു ഫാമിലിയിൽ ജനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വംശജനായതുകൊണ്ട് സ്വർഗം കിട്ടുകയില്ല. അതാണ് ലഖദ് റഫഅൽ ഇസ്ലാം, ഇസ്ലാം ഉയർത്തി. ആരെ? സൽമാന ഫാരിസി, പേർഷ്യക്കാരനായ സൽമാനെ ഇസ്ലാം ഉയർത്തി. എന്നാൽ വഖദ് വളഅ ശിർക്ക് താഴ്ത്തി കളഞ്ഞു. ആരെ? അൽ ഹസീബ, അറബി വംശജനായ തറവാടിയായ
തറവാടിയായ അബൂലഹബിനെ, അബൂലഹബ് അറബിയൻ, പക്ഷെ അവൻ ഷിർക്കുണ്ടായപ്പോ അവൻ താന്നുപോയി. മറ്റേ പേർഷ്യക്കാരനാണ്. തൗഹീദ് ഉണ്ടായപ്പോ അദ്ദേഹം ഉയർന്നു പോയി എന്നാണ്. തൗഹീദ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. എന്ത് സെറ്റപ്പും എന്ത് പരിപാടി ഉണ്ടെങ്കിലും തൗഹീദ് ഇല്ലേ വളരെ പോക്കാണ്. ഒരാൾക്ക് നഹ്വ് അറിയാം, മീസാൻ അറിയാം, മജ്നാസ് അറിയാം, ജൻജാൻ അറിയാം, അവാമിൽ അറിയാം, ഖത്റുനദ് അറിയാം, തുഹ്ഫ അറിയാം, തഖ്വീമുൽ ലിസാൻ അറിയാം, അൽഫി അറിയാം, നഹ്വിന്റെ കിതാബുകളൊക്കെ ഒരാൾ കാണാതെ പഠിച്ചു. പക്ഷെ അയാൾക്ക് തൗഹീദ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികള് ഒരു അറബി ഭാഷ അറിയാത്ത ആൾക്കാരല്ലായിരുന്നു. ആ കാലത്തെ അറബി കവിതകൾ ഇന്നും കോളേജ് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത്, ഇന്ത്യയിലെ, കേരളത്തില് ഇന്നും യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രിക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ പഠിപ്പിക്കുന്നത് ആ ജാഹിലിയ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ എഴുതിയ മുഅല്ലഖകളും കവിതകളുമാണ്. അപ്പൊ അന്നത്തെ ആൾക്കാർക്ക് അറബി അറിയാത്തോണ്ടല്ല, അവർക്ക് എന്തുണ്ടായിരുന്നില്ല? തൗഹീദ് ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തൗഹീദിനാണ് മഹത്വമുള്ളത്. കച്ചവടം ചെയ്ത ആളായിരുന്നു. സെയ്ദ് ബിൻ അർഖം തീർന്നില്ല, ബാർബറായിരുന്നു. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, സൽമാൻ ഫാരിസി ഹല്ലാഖ് എന്ന് അറബി പറയാം, ബാർബർ. ഇന്ന സക്കരിയ അലൈഹിസ്സലാം കാന നജ്ജാറ, സക്കരിയ നബി അലൈഹിസ്സലാം കാർപ്പന്റർ ആയിരുന്നു. അപ്പോ ലോകത്ത് വന്ന പ്രവാചകന്മാരും സഹാബത്തും എല്ലാവരും ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് നമുക്കതിൽ മാതൃകയുണ്ട്. ജോലിക്ക് പോകാതിരിക്കാൻ പാടില്ല. എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി തൊഴിൽ ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങളുണ്ട്. അവന് കവിയും അമീനുമാവണമെന്നാണ്. ശക്തി വേണം, വിശ്വസ്തത വേണം. ഒരു തൊഴിലാളിക്ക് ഉണ്ടാവേണ്ട ഗുണമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൽ കണ്ട രണ്ട് പെൺകുട്ടികൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ കണ്ടൊരു ക്വാളിറ്റി എന്താ? കവിയാണ്. നമ്മളൊരാളെ പണിക്ക് വിളിക്കണ്ടെങ്കിൽ, ജോലിക്ക് വിളിക്കണ്ടെങ്കിൽ അവനെ കൊണ്ടത് ചെയ്യാൻ പറ്റണം. എന്നെ കവി എന്ന് പറയാം. അമീൻ, വിശ്വസ്തനാവണം. സിദ്ഖ്, സത്യസന്ധത വേണം. ഒരാളെ ജോലിക്ക് ഏൽപ്പിച്ചാൽ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. നിർമ്മാണ സാധനങ്ങൾ വാങ്ങിയിട്ട് ബാക്കി വീട്ടിൽ കൊണ്ടുപോവുക, അത് കച്ചവടം ചെയ്യുക. ഓന് തൊഴിലാളിക്ക് ഉണ്ടാവേണ്ട ഗുണമല്ലത്. അമാനത്ത് വേണം, ഇഖ്ലാസ് വേണം, ഇത്ഖാന് വേണം. ഒരു കാര്യം ചെയ്യുമ്പോ കുറ്റമറ്റതായി നല്ല പെർഫെക്റ്റ് ആയി ചെയ്യണം. വിനയം വേണം. ഇതൊക്കെ തൊഴിലാളിക്ക് ഉണ്ടാവേണ്ട ഗുണമാണ്. മുതലാളിക്കും സമീപനമുണ്ട്. മുതലാളിയുടെ സമീപനം നമുക്ക് ഹദീസിൽ കാണാം. ഖാദിമുർ റസൂൽ, റസൂലിന്റെ സേവകൻ എന്നറിയപ്പെടുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ 10 വർഷക്കാലം സേവനം ചെയ്ത സഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഖതംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 വർഷക്കാലം സേവനം ചെയ്തു. വല്ലാഹി മാ ഖാല യുഫിൻ ഖത്തു, ഒരു ചേ എന്ന് പറയുന്ന നിസാരമായ ഒരു വാക്ക് പോലും എന്നോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വലാ ഖാല ലി ഷൈഇൻ ലിമ ഫഅൽത കദാ വഹല്ലാ ഫഅൽത കദാ, നിനക്ക് ഇന്ന പോലെ ചെയ്തുകൂടെ, നിനക്ക് ഇന്ന പോലെ ചെയ്തുകൂടെ എന്നൊരു ചോദ്യം പോലും എന്നോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല എന്നാണ്. തൊഴിലാളിയോട് ദേഷ്യപ്പെടാൻ പാടില്ല എന്നാണ്. അവന് വിശ്രമം കൊടുക്കണം. ഞാൻ പൈസ കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് നന്നായി പണിയെടുത്തോട്ടെ, നന്നായിട്ട് വെയിൽ കൊണ്ടോട്ടെ, വെള്ളം കുടിക്കണ്ട, ഭക്ഷണം കൊടുക്കണ്ട എന്ന രൂപത്തിലല്ല. വിശ്രമം വേണം, ആദരവ് വേണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. എത്രത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅതുൽ അജ്റ അജ്റഹു ഖബല യജിഫ അർഖഹു, തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ കൂലി കൊടുക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. തൊഴിലാളിക്ക് ഉണ്ടാവേണ്ട ഗുണമുണ്ട്, മുതലാളിക്ക് ഉണ്ടാവേണ്ട ഗുണമുണ്ട്, ജോലിക്കും മഹത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ എന്ത് വിചാരിക്കേണ്ട, ജോലിക്ക് പോവല് എനിക്കൊരു നഷ്ടം ആരും വിചാരിക്കേണ്ട. ജിഹാദിന്റെ പ്രതിഫലമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾ അധ്വാനിച്ച് തിന്നുന്നതാണ് എന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തീർന്നില്ല. ഏറ്റവും നല്ല സ്വതക്ക ഏതാ? ഇദാ അൻഫഖൽ മുസ്ലിമു നഫഖതൻ അലാ അഹ്ലിഹി, ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു. എങ്ങനെ? യഹ്തസിബുഹാ,
പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിച്ചാൽ കാനത്തുലുഹു സ്വദഖത്തുൻ, അത് അവന് സ്വദഖയായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ നമ്മൾ സംരക്ഷിച്ചാൽ നമുക്കത് സ്വദഖയുടെ പ്രതിഫലം കിട്ടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. പിന്നെ ഇസ്ലാമിലുള്ള മറ്റൊരു കാര്യമാണ് സ്വന്തം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വന്തം തന്നെ ചെയ്യുക, മറ്റുള്ള ആൾക്കാരെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പേന എൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിലത്ത് വീണു, അപ്പൊ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തന്നെ എടുക്കുക, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് എടുക്കലല്ല. അതാണ് ഇസ്ലാമിൻ്റെ ഒരു കാര്യം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ്. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും എന്റെ കരളിന്റെ കഷ്ണാണ് ഫാത്തിമ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിനോട് വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞു, ഞാൻ വെള്ളം കോരിയിട്ട് എന്റെ കയ്യിലൊക്കെ ഇങ്ങനെ തഴമ്പ് വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്കൊരു വേലക്കാരനെ വെച്ചു തരണം, ഒരു വേലക്കാരി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ മനസ്സിലായി ഈ സമയത്ത് ഒരിക്കലും അതിന് പറ്റിയ സമയമല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് എന്ത് ചോദിച്ചാലും അവന് വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ കുട്ടികൾ പറയണേ, പ്രായപൂർത്തി എത്താത്ത ആളുകൾ ബൈക്ക് ചോദിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൊബൈൽ വേണം, ഐഫോണ് വേണം. നമ്മളെ കൊണ്ട് അതിന് വാങ്ങാനുള്ള കഴിവ് നമ്മളെ കൊണ്ട് ഉണ്ടാവില്ല. പക്ഷെ എല്ലാം കൊടുക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ അതിന് പറ്റൂല, അതിന് പറ്റിയ സമയമില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി. പക്ഷെ രാത്രി അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും കിടക്കുന്ന അവിടെ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, നീ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ഇത് ചൊല്ലുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിമിൻ, ഈ ദുനിയാവിൽ ഖാദിമിനെ വെക്കണക്കാളൊക്കെ ഏറ്റവും ഖൈറായ കാര്യം ഇത് ചെല്ലലാണ് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതിന് ഒരുപാട് ഗുണപാഠ ഇബ്രത്തുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ ഒക്കെ നമ്മൾ ചൊല്ലണം. മറ്റൊരു കാര്യം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാ ഹക്ക ജിൽദക മിസ്ല ഗുഫ്രിക് ഫതവല്ല അൻത ജമീഅ അംരിക്, നിന്റെ തൊലി ചൊറിയാൻ നല്ലത് നിന്റെ നഖാണ്. നമ്മള് തല ചൊറിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറം ചൊറിയാണെങ്കിൽ നമ്മൾ തന്നെ ചൊറിയാൻ നല്ലത്. വേറെ ആരെങ്കിലും കൊണ്ടും പുറം ചൊറിയിപ്പിച്ചാല് ഒന്നുക്കലോ ഒന്നെ ഹാർഡായിട്ട് അമർത്തി ചൊറിയും, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ തട്ടൂല, അല്ല നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്താവൂല. അപ്പൊ നമ്മൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാ, നമ്മുടെ പുറം ചൊറിയാൻ നല്ലത് നമ്മുടെ നഖമാണ്. അതുകൊണ്ട് നീ നിന്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്യാൻ. ഒരാളെ കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച അത്ര പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ജോലി ചെയ്യേണ്ടത് പ്രഭാതത്തിൽ ബറക്കത്തുണ്ട് എന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചൊരു സംഗതിയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്ത് പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ബറക്കത്ത് നീ പ്രദാനം ചെയ്യണമേ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ബറക്കത്ത് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞൂലേ, അതിന് മഹത്വം, അനുഗ്രഹമുള്ള ഓരോ സംഗതിക്കും മഹത്വമുണ്ട് എന്നാണ്. ഓരോന്നിനും മഹത്വമുണ്ട്. എല്ലാ വെള്ളം പോലല്ല സംസം വെള്ളം. സംസം വെള്ളത്തിന് എന്തുണ്ട്? മഹത്വമുണ്ട്, അതിന് ബറക്കത്തുണ്ട്. എല്ലാ ദിവസത്തെ പോലല്ല റമദാൻ മാസം, എല്ലാ മാസത്തെ പോലെ റമദാൻ മാസം, എല്ലാ ദിവസത്തെ പോലല്ല വെള്ളിയാഴ്ച ദിവസം. ഇങ്ങനെ ഓരോന്നിനും ഓരോ മഹത്വമുണ്ട്. ഖുർആൻ മുബാറക്കാണ്, ഖുർആനിൽ മഹത്വമുണ്ട്, അനുഗ്രഹമുണ്ട്. ഖുർആനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞതാണ് മുബാറക്ക് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രഭാതത്തില് സമയങ്ങളില് പ്രഭാതത്തിന് ബറക്കത്ത് ഉണ്ടാവാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചത് തൊഴിലിന്റെ പ്രാധാന്യവും തൊഴിലാളിയുടെ സ്വഭാവവും മുതലാളിയുടെ സമീപനവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒക്കെ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ച ആളുകളായിരുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും
സ്വർഗ്ഗവിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് നരകത്തിലേക്കും മറ്റൊരു ഭാഗത്ത് സ്വർഗത്തിലേക്കും പറഞ്ഞേക്കുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗവിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിച്ചൊലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറുകളെ നീ വിശാലമാക്കണമേ. വലതുകൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും, സമയത്തില്, ഞങ്ങളുടെ സമ്പത്തില്, എല്ലാത്തിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് രോഗികളായിക്കൊണ്ട് വീടുകളിലും മറ്റുമൊക്കെ ആശുപത്രിയിലൊക്കെ കഴിയുന്ന ആളുകളുണ്ട്. അള്ളാഹു രോഗം നീ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുള്ള മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم اصلح أحوال المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.